ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് തീരത്ത് അതിശക്തമായ നറേൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. വെള്ളിയാഴ്ച രാവിലെ കാറ്റഗറി 4 തീവ്രതയോടെ ലോക്ക്ഹാർട്ട് റിവറിനും കോയിനും ഇടയിലാണ് കാറ്റ് കരതൊട്ടത്. നിലവിൽ കാറ്റിന്റെ തീവ്രത കുറഞ്ഞ് കാറ്റഗറി 3ലേക്ക് മാറിയെങ്കിലും വടക്കൻ മേഖലകളിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ്. കോയിൻ ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നുപോകുന്നതടക്കമുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ജനവാസം അധികമില്ലാത്ത മേഖലയിലൂടെ കാറ്റ് കടന്നുപോയതിനാൽ വലിയ തോതിലുള്ള അപകടങ്ങൾ ഒഴിവായതായി പ്രീമിയർ ഡേവിഡ് വിസാഫുള്ളി അറിയിച്ചു. ആർക്കും ഗുരുതരമായ പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. മേഖലയിൽ ഇതിനോടകം 300 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തി. മഴ തുടരുന്നതിനാൽ നദികൾ കരകവിഞ്ഞൊഴുകുവാനും പെട്ടെന്നുണ്ടാകുന്ന പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രളയ സാധ്യത കണക്കിലെടുത്ത റോഡുകൾ പലതും അടച്ചു. വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കുന്നത് ജീവന് ഭീഷണിയാണെന്നും അനാവശ്യ സാഹസികതയ്ക്ക് മുതിരരുതെന്നും പോലീസ് ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിലെ 14 സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000-ലധികം വീടുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ജീവനക്കാർ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റ് ഗൾഫ് ഓഫ് കാർപ്പന്റാരിയയിലേക്ക് നീങ്ങും. അവിടെ വെച്ച് കാറ്റ് വീണ്ടും ശക്തി പ്രാപിച്ച് ശനിയാഴ്ച വൈകിട്ടോടെ നോർത്തേൺ ടെറിട്ടറിയിൽ ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ ഗവേഷകരുടെ പ്രവചനം. ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനായി ഫെഡറൽ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ക്വീൻസ്ലാൻഡ് സർക്കാർ അറിയിച്ചു.